ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫയർ ഇൻറ്റഗ്രേറ്റഡ് LLBയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. എൻട്രൻസ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ 5 ചോദ്യം വരുന്നത് ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡാണ്. അതിൻ്റെ ആദ്യത്തെ ചോദ്യം വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. സെപ്പറേറ്റ് എന്നുള്ളത് തെറ്റാണ്. അതുപോലെ അടുത്ത ചോദ്യം ഓപ്ഷൻ സി ആണ്. പാരലലിൻ്റെ സ്പെല്ലിംഗ് ആണ് എന്താണ് തെറ്റുള്ളത്. അടുത്ത നാലാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. റെക്കമെൻഡേഷൻ എന്നുള്ള സ്പെല്ലിംഗ് തെറ്റാണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ബി ആണ്. മിസ്ചീവിയസ് എന്നുള്ളത് തെറ്റാണ്. അടുത്തത് 6 മുതലുള്ള ചോദ്യങ്ങൾ എന്താണ്? ഓപ്പോസിറ്റ് മീനിങ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. മോഡസ്റ്റ് എന്താണ്? ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 7ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡിപ്രസ്ഡ് ആണ്. 8ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കാംനെസ്. ആൻഡ് 9ാമത്തെ ആൻസർ വരുന്നത് ഫ്ലെക്സിബിൾ. അടുത്തത് 10ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇൻഎഫക്റ്റീവ്. അടുത്തത് ഓൾട്ടർനേറ്റീവ് വേർഡ്, അതായത് സിനോണിംസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് അബൌട്ട് ദയർ ഹെൽത്ത്. ആൻസർ ഓപ്ഷൻ സി എന്താണ്? ഹൈപ്പോകോൺട്രിയാക്ക്. അടുത്തത് ഷി വാസ് വാക്കിംഗ് ഓൺ ദി തിൻ ഐസ്. പിന്നെ ഓപ്ഷൻ ബി വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻഗേജിങ് ഇൻ റിസ്കി ബിഹേവിയർ. അടുത്തത് ഹി ഹാഡ് ടു ഫേസ് ദ മ്യൂസിക് ഫോർ ഹിസ് ആക്ഷൻസ്. അതിന് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫേസ് ദി കോൺസിക്വൻസസ്. അടുത്ത 14ാമത്തെ ചോദ്യം വരുന്നത് ദ ടീം വെൻ ദി എക്സ്ട്രാ മൈൽ ടു എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എക്സീഡഡ് എക്സ്പെക്ടേഷൻ ആൻഡ് പുട്ട് ഇൻ ദി അഡീഷണൽ എഫേർട്ട്. അടുത്തത് ദ കൊമേഡിയൻ ഹാസ് ദി ഓഡിയൻസ് ഇൻ സ്റ്റിച്ചസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. മെയ്ഡ് ദ ഓഡിയൻസ് ലവ് അൺകൺട്രോളബിളി. അടുത്തത് ഹി ഹാസ് എ ചിപ്പ് ഓൺ ഹിസ് ഷോൾഡർ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഡിസ്പ്ലേസ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഈസ് ഈസിലി പ്രൊവോക്ഡ്. അടുത്തത് ഐഡൻറ്റിഫൈ ദി മീനിങ് ഓഫ് ദ ഇഡിയം. അപ്പോൾ അടുത്തത് ദ പൊളിറ്റീഷ്യൻ ബീറ്റ് അറൗണ്ട് ദി ബുഷ് വെൻ ജേർണലിസ്റ്റ് മെറ്റ് ഹിം. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. അവോയ്ഡഡ് ഗിവിങ് എ ഡയറക്റ്റ് ആൻസർ. അടുത്തത് ദി പ്രോജക്റ്റ് ഹിറ്റ് എ സ്നാങ് when the funding was unexpectedly cut. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. എക്സ്പീരിയൻസ്ഡ് എ ഡിലേ ഓർ സെറ്റ് ബാക്ക്. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് 19 മുതലുള്ളത് എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ എ ഗുഡ് എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ എ ഡാഷ് ഫ്യൂച്ചർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ബ്രൈറ്റ് ഫ്യൂച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ബാലൻസ്ഡ് ഡാഷ് ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഡയറ്റ് ഫോർ എ ഹെൽത്തി ലൈഫ്. അടുത്തത് the sentence is divided into 3 parts. Choose the incorrect part. If no error in the sentence, choose D. അപ്പോൾ 21 മുതൽ 28 വരെ എന്താണ്? ഇൻകറക്റ്റ് പാർട്ട് കണ്ടെത്താനാണ് സെൻറ്റൻസിൽ. അപ്പോൾ ആദ്യത്തെ ആൻസർ വരുന്നത്, അപ്പോൾ എറർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? ലുക്കിംഗ് ഫോർ ഓൺ കമ്മിങ് ട്രാഫിക്. അടുത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നോ എറർ. അടുത്ത സെൻറ്റൻസിൽ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻഡ് പ്രോമിസ്ഡ് നോട്ട് ടു റിപ്പീറ്റ് ഓൺ ഇറ്റ്. അടുത്ത ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ദെയർ ആർ അസൈൻമെൻറ്റ്സ് ഓൺ ടുമോറോ. അടുത്ത ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ആൻഡ് ഫൗണ്ട് ഡെലീഷ്യസ് കേക്ക്. അടുത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എറർ ഇല്ല. അടുത്ത ഓപ്ഷൻ 27ൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഹാർഡ്ലി ഫോർ ദി എക്സാം. അടുത്ത ഓപ്ഷൻ ഡി ആണ്. എറർ ഇല്ല. നോ എറർ എന്നാണ്. അടുത്തതും സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ 29ാമത്തെ ദ മൂവി വാസ് സോ ക്യാപ്റ്റിവേറ്റിംഗ് ദാറ്റ് ദി ഓഡിയൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കുഡ് നോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അടുത്ത 30ാമത്തെ ചോദ്യം ദേ റാൻ സോ ഫാസ്റ്റ് ദാറ്റ് ദേ ഓപ്ഷൻ ബി വോൺ ദി റേസ്. അത് ഹി സ്പോക്ക് സോ കോൺഫിഡൻ്റ്ലി ദാറ്റ് ഹി ഓപ്ഷൻ എ ആണ്. കുഡ് കൺവിൻസ് എനി വൺ. അടുത്തത് അപ്പോൾ സിനോണിമ കണ്ടെത്താനാണ്. കമ്പാഷനേറ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബെനവലൻറ്റ്. അടുത്തത് അഡ്വേഴ്സറി. അതിൻ്റെ ഓപ്ഷൻ സി ആണ്. എൻഡഗോണിസ്റ്റ്. അടുത്തത്
എക്സംപ്ലറി, ആൻസർ ഓപ്ഷൻ സി ആണ്. ഔട്ട്സ്റ്റാൻഡിങ്. ടെനേഷ്യസ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പെർസിസ്റ്റൻറ്റ്. അടുത്തത് വെർസറ്റൈൽ. ഇനി വരുന്നത് ഓപ്ഷൻ എ ആണ്. അഡാപ്റ്റബിൾ. അടുത്തത് കണ്ടംപ്ലേറ്റ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. പോണ്ടർ. അടുത്തത് അബാൻഡൻ, ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോസേക്ക്. അടുത്തത് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സെൻറ്റൻസിന് പറ്റുന്ന എന്താ പറയുക, ഒറ്റ വാക്കിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത് കണ്ടെത്തണം. അപ്പോൾ അതിൻ്റെ ആൻസർ എ സഡൻ ആൻഡ് ഡ്രമാറ്റിക് ചേഞ്ച് ഓർ ഈവൻറ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പ് ഹെവൽ. അടുത്തത് ഫൈൻഡ് ദ നിയറസ്റ്റ് വൺ വേർഡ്. ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. എ പേഴ്സൺ ഹു ഒപ്പോസസ് വാർ ഓർ വയലൻസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. പസിഫിസ്റ്റ്. അടുത്തത് എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി ഫോക്കസ്ഡ് ഓൺ ദെയർ ഓൺ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈഗോട്ടിസ്റ്റ്. അടുത്തത് എ ടെമ്പററി ഹോൾഡ് ഓർ സസ്പെൻഷൻ ഓഫ് ആക്ടിവിറ്റി, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹിയേഷ്യസ്. ഇനിയുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി കാസ്റ്റിംഗ് എ വാം ഡാഷ് ഓൺ ദ ബീച്ച്, ആൻസർ ഓപ്ഷൻ സി ആണ്. ഷൈൻ. അടുത്തത് ഹെർ സക്സസ് ഈസ് എ റിസൾട്ട് ഓഫ് ഹെർ ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ ആൻഡ് അൺവേവറിങ്, ഓപ്ഷൻ സി ആണ്. കമ്മിറ്റ്മെൻറ്റ്. അടുത്തത് ദ ടീം വർക്ക് ടുഗദർ ഇൻ പെർഫെക്റ്റ് ഡാഷ് ടു അച്ചീവ് ദെയർ ഗോൾസ്, ഓപ്ഷൻ ബി ആണ്. ഹാർമണി. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഷി ടോൾഡ് മീ ദാറ്റ് ഷി ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ് ഹെർ വർക്ക്, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഷി സെഡ് ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ വർക്ക്. അടുത്തത് ഷെയ്ല സെഡ് ദാറ്റ് ഷി വുഡ് കം ടു ദ പാർട്ടി, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഷെയ്ല സെഡ് ഐ വിൽ കം ടു ദ പാർട്ടി. അടുത്തത് എ പേഴ്സൺ ഹു ഈസ് സ്കിൽഡ് ഇൻ ഡെക്കറേറ്റീവ് ഹാൻഡ് റൈറ്റിംഗ് ഓർ ലെറ്ററിങ്, ആൻസർ ഓപ്ഷൻ ഡി. ആർട്ടിസ്റ്റ് എന്നാണ് വരുന്നത്. ഇനി വരുന്നത് പാസേജ് റീഡിംഗ് ആണ്. അപ്പോൾ ഓരോ ആൻസർ ആയിട്ട് പറയാം. ആദ്യത്തെ ചോദ്യം വരുന്നത് എന്താണ്? വാട്ട് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് marine protected areas and promoting sustainable fishing practice for the Great Barrier Reef? Answer in option B ആണ്. To mitigate impacts of climate change and pollution on the reef's health. അടുത്തത് choose the word that best fit the blanks. അപ്പോൾ ഈ ഒരു ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ്. ഷി ഡാഷ് ബൈ ദി ന്യൂസ് ഓൺ ഹെർ ഫ്രണ്ട്സ് സഡൻ ഡെത്ത്, ആൻസർ ഓപ്ഷൻ എ ആണ്. ഷോക്ക്ഡ്. അടുത്തതും പാസേജ് ആണ്. വാട്ട് ഈസ് ദി ജനറ ഓഫ് ദി അബവ് പാസേജ്? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ബയോഗ്രഫി. അടുത്തത് ചൂസ് ദി വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ് ദ ബ്ലാങ്ക് ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഹി ഡാഷ് അബൌട്ട് ഹിസ് ന്യൂ ജോബ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. വാസ് എക്സൈറ്റഡ്. അടുത്തത് ദ ടീച്ചർ വാസ് വെരി ഡാഷ് വിത്ത് സ്റ്റുഡൻസ് പ്രോഗ്രസ് ആൻഡ് praised them for their hard work, answer option A ആണ്. impressed. അടുത്ത identify the error in the following sentence. She is more smarter than her brother, answer option C ആണ്. than her brother എന്നുള്ളതാണ് error. അടുത്തത് fill in the blank with appropriate preposition. He is very good dash playing chess, answer option A ആണ്. at. അടുത്തത് read the passage റീഡിംഗ് ആണ്. ആൻസർ വായിക്കാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് പാസേജ്? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ടു ഇൻഫോം ദ റീഡർ അബൌട്ട് ഹിസ്റ്ററി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി താജ്മഹൽ. അടുത്തത് പാസേജ് റീഡിംഗ് തന്നെയാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഇൻ ദ ഡിജിറ്റൽ ഏജ് വൺ ഓഫ് ദി സ്കിൽസ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോഗ്രാഫേഴ്സ് ടു സ്റ്റാൻഡ് ഔട്ട് ആൻഡ് ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഈസ് ടു, ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. കൾട്ടിവേറ്റ് എ ഡിസ്റ്റിങ്ക്ട് ആർട്ടിസ്റ്റിക് പെർസ്പെക്റ്റീവ്. അടുത്തതും പാസേജ് റീഡിംഗ് ആണ്. വാട്ട് ഈസ് ദ വൺ ഓഫ് ദി indirect benefits of space exploration, answer option A ആണ് വരുന്നത്. advancement in communication and medical technologies. അടുത്തത് പാസേജ് തന്നെയാണ്. what is the one of the key targets of sustainable agriculture, answer option C ആണ് വരുന്നത്. promoting long term ecological balance and soil conservation. അടുത്തതും പാസേജ് റീഡിംഗ് ആണ്. what is the main theme of passage, answer option C ആണ് വരുന്നത്. overcoming physical and mental challenges. Who has been appointed as India's second chief of defense staff, answer option C ആണ്. അനിൽ ചൗഹാൻ. അടുത്തത് who among the following won 2022 Golden Globe Race, answer option A ആണ്. കിർസൺ ന്യൂസ് ഷോഫർ ആണ്. അടുത്തത് which film won the best picture Oscar in 2023, answer option A ആണ്. everything everywhere all at once. അടുത്തത് which nation has announced the construction of the line, world's first vertical city in the world, answer option B ആണ്. സൗദി അറേബ്യ.
അടുത്ത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ക്രിയേറ്റഡ് എ വേൾഡ് റെക്കോർഡ് ബൈ മേക്കിംഗ് 75 kilometers of road between Amaravati and Akola in 5 days. In which state? അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഈ 75 കിലോമീറ്റർ അമരാവതി മുതൽ അഖോല വരെയുള്ള 5 കിലോമീറ്റർ റോഡ് 75 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. അടുത്ത വിച്ച് ഡിസ്ട്രിക്ട് റീസെൻ്റ്ലി ബിക്കെയിം ദി ഫസ്റ്റ് ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ പ്ലസ് ODF പ്ലസ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലത്തത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വയനാടാണ്. അടുത്തത് എക്രോണിം കെഫോൺ സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ കെഫോണിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ സി ആണ്, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. അടുത്തത് ഹു വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സരോജിനി നായിഡു. അടുത്ത ചോദ്യം ഹു വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കെയിം ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സുചേത കൃപലാനി. അടുത്തത് വിച്ച് ടു എൻറ്റിറ്റീസ് വേർ ഇൻവോൾവ് ഇൻ ദി ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധത്തിലുള്ള എൻറ്റിറ്റീസ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, കിങ്ഡം ഓഫ് ട്രാവൻകോറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. അടുത്തത് ഹു ആസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം ഡ്യൂറിങ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഹൂസ് റൈറ്റിംഗ്സ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ മഹാത്മാഗാന്ധി. ആൻസർ ഓപ്ഷൻ എ ആണ്, ലിയോ ടോൾസ്റ്റോയ്. അടുത്തത് വിച്ച് ഇവൻറ്റ് സെർവ്ഡ് ആസ് ദി catalyst for the outbreak of World War I. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ദ അസാസിനേഷൻ ഓഫ് ആർക്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ്. അടുത്തത് ഹു ഈസ് റിഗാർഡഡ് ആസ് ദി ഫൗണ്ടർ ഓഫ് മോഡേൺ തുർക്കി. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ആരാണ്? മുസ്തഫ കമൽ പാഷയാണ്. അടുത്തത് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് പാഴ്സി രാജ ഫോർ എ സിഗ്നിഫിക്കൻറ്റ് പീരിയഡ് ഓഫ് ടൈം ഓഫൺ റെഫേർഡ് ടു ആസ് ദി അറവല്ലീസ് ഓഫ് മലബാർ വാസ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, പുലരിമല. അടുത്തത് ദി കടക്വാസ്ല ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹാരാഷ്ട്ര. അടുത്തത് റോങ്ടങ് പാസ് കണക്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, കുളു വാലി വിത്ത് ലഹൗൽ ആൻഡ് സ്പിതി. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നാഷണൽ പാർക്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ആൻസർ ഓപ്ഷൻ ഡി ഏതാണ്? രൺതംബോർ നാഷണൽ പാർക്കാണ്. അടുത്തത് ദ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ സെപ്പറേറ്റ്സ് വിച്ച് 2 ബോഡീസ് ഓഫ് വാട്ടർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, മെഡിറ്ററേനിയൻ സീ ആൻഡ് അറ്റ്ലാന്റിക് സീ. അടുത്തത് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഡിഫറൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് അപ്വേർഡ് ഈസ്. അപ്പോൾ സർഫസ് ലെയറിൻ്റെ ഓർഡർ ചോദിച്ചിട്ടുള്ളത് എർത്തിൽ നിന്ന് മുകളിലേക്ക്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അയണോസ്ഫിയർ. വിച്ച് കൺട്രി ഈസ് കോൾഡ് ഷുഗർ ബൗൾ ഓഫ് വേൾഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്യൂബ. അടുത്തത് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഈസ് ദി സൈലന്റ് വാലി നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ്. ആൻസർ ഓപ്ഷൻ സി, പാലക്കാടാണ്. അടുത്തത് വിച്ച് ഓഫ് ദീസ് വാസ് സെലക്ടഡ് ആസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഫോർ ഡെവലപ്പിംഗ് ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദി ലീഡ് ബാങ്ക് സ്കീം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസ്ട്രിക്റ്റ് ആണ്. ദി ലേഫർ കർവ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, the relationship between tax rates and absolute revenue these rates generate for the government. അടുത്ത കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദ ഇഷ്യൂവൻസ് ഓഫ് ബോണസ് ഷെയർസ് ബൈ എ കമ്പനി ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് പ്രോഫിറ്റ്സ് ഇൻ ടു അഡീഷണൽ ഷെയർസ്. Sweat equity refers to the compensation in lieu of payment for the contribution made to a project. Answer option C ആണ് വരുന്നത്, ബോത്ത് 1 and 2. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി അടുത്ത ചോദ്യത്തിൽ ഇൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫ്രെയിംവർക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റി envisages. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഇഫ് എ സ്റ്റേറ്റ് റെഡ്യൂസസ് ഇറ്റ്സ് ട്രേഡ് barriers it expects a corresponding reduction from other states. അടുത്തത് the purchase of shares and bonds of Indian companies by foreign institutional investors is called. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. What does the term dumping refers to when it comes to the actions of a seller in global market? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, engaging in the practice of selling a commodity at a lower price in the global market than the price charged at the domestic market. അടുത്തത് which institution among the following is a better Bretton Woods institution? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, എന്താണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. അടുത്തത് which of the following inventions is not attributed to ancient China? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്,
concrete. Which of the following yellow metals is an alloy of copper and zinc? Answer option D ആണ് brass. അടുത്തത് if a metal can be drawn into wires relatively easily it is called. Answer option A ആണ് വരുന്നത് malleable ആണ്. The most abundant organic molecule of on the surface of earth is. Answer option A cellulose ആണ്. അടുത്തത് which organization recently developed real-time train information system RTIS which provides automatic acquisition of train movement timing. Answer option A ആണ് വരുന്നത് Indian Space Research Organization. ISRO ആണ്. അടുത്തത് what is the name of the technology that allows for secure and transparent record keeping and data transfer? Answer option A ആണ് blockchain. What is the name of a celestial object that results from a supernova explosion? Answer option D ആണ് വരുന്നത് all of the above. ന്യൂട്രോൺ സ്റ്റാർ, ബ്ലാക്ക് ഹോൾ, വൈറ്റ് ഡോഫ് ഇതെല്ലാം എന്താണ് റിസൾട്ട് ഓഫ് എ സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആണ്. അടുത്തത് what is the name of the process by which stars produce energy? Answer option C ആണ് വരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അടുത്തത് which nation recently increased the age of consent from 13 years old to 16 years old for ensuring the well-being and protection of young individuals? Answer option B ആണ് വരുന്നത് ജപ്പാൻ. what is the silent barker in context of space technology? Answer option D ആണ് a satellite constellation designed by US Space Force which has capacity to disable hostile space vehicles. അടുത്തത് what is Operation Karuna which was launched in May 2023? Answer option A ആണ് വരുന്നത് an Indian military operation to provide humanitarian aid to cyclone hit Myanmar. അടുത്തത് what is a cloud kitchen? Answer option C ആണ് വരുന്നത് a type of kitchen that operates exclusively for online food delivery. അടുത്തത് what is euthanasia? Answer വരുന്നത് ഓപ്ഷൻ സി ആണ് the deliberate act of ending a person's life to relieve suffering. അടുത്തത് what is Rebuild Kerala initiative? Answer option B ആണ് വരുന്നത് a program to rehabilitate and rebuild infrastructure after floods in 2018. അടുത്തത് who is the first Indian meteor astronomer recently honored by International Astronomical Union by naming a minor planet in his name? Answer option B ആണ് വരുന്നത് അശ്വിൻ ശേഖർ. അടുത്തത് find the missing number in the series. ഇപ്പോൾ സീരീസ് തന്നിട്ടുണ്ട് 6, 3, 3, 6, 24. അടുത്ത ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് 192. John has 2 pieces of rope. One is 18 meter long and the other is 15 meters long. He wants to cut them into smaller pieces of equal length without any rope left over. How many pieces will he have in total? Answer option A ആണ് വരുന്നത് 11. അപ്പോൾ അടുത്തത് അപ്പോൾ ഇത് ആൻസർ സിമ്പിളാണ്. 8ന് 6 5ന് നമുക്ക് 5 നോക്കാം. അപ്പോൾ 6ഉം 5ഉം 11. A gardener has 36562 plants. He wants to arrange them in the form of a square with equal number of columns and rows. After arranging, he found some of the plants unused. The remaining plants is. Answer option C ആണ് 81. അടുത്തത് the average score of a batsman after his 30th match was 25.5. After the 40th match, his average score increased by 3.2. What is the average score in the last 10 matches? Answer option A ആണ് വരുന്നത് 38.3. In last class, there are 48 students. The ratio of number of boys to the number of girls is 5:3. The number of girls to be added to raise the number of boys to the girls is 6:5. ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് 7. അടുത്തത് if price of petrol increased by 20%, by what percentage should consumption be decreased by consumers so that expenditure on petrol remains unchanged? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് 16/2/3. by selling a table at RS 475, a person loses 5% to get 5%. he should sell the table for. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് 525. അപ്പോൾ 475 വിറ്റപ്പോൾ 5% നഷ്ടം വന്നിട്ടുണ്ട്. 5% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ തന്നെ
ആൻസർ ഓപ്ഷൻ ബി 525. അടുത്തത് എ സർട്ടൻ സം ബിക്കംസ് 8-fold in 15 year at സാമ്പിൾ ഇൻട്രസ്റ്റ് വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 46/2/3. അടുത്തത് അരുൺ സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്ത് 8,000 and Avinash joined him after 6 months with an investment of 40,000. What will be the ratio of the profit of Arun and Avinash at the end of the year? Answer option A ആണ് വരുന്നത് 2:5. The ratio of milk and water in a mixture is 4:3 respectively. If 6 liters of water is added to the mixture, the respective ratio of milk and water becomes 8:7. What is the quantity of milk in the original mixture? Answer option D ആണ് വരുന്നത് 48 liters. അടുത്തത് A can do a piece of work in X days and B can do the works in 3X days. To finish work together, they take 12 days. What is the value of X? Answer option D ആണ് വരുന്നത് 16. അടുത്തത് two cities A and B are 360 km apart. A car goes from A to B with a speed 40 km per hour and returns with a speed of 60 km per hour. What is the average speed of the car? Answer option C ആണ് വരുന്നത് 48 km per hour. അടുത്തത് there are 2 tanks A and B to fill up a water tank. The tank can be filled 40 minutes together by A and B. If the tank can filled in 60 minutes when tap A alone is on, how much time will tap B alone take to fill up the tank? അപ്പോൾ എന്താണ് രണ്ട് പൈപ്പ് ഉണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാങ്ക് എന്താണ് 40 മിനിറ്റ് കൊണ്ട് രണ്ട് പൈപ്പും കൂടി ഒരുമിച്ച് തുറന്നിട്ടുണ്ടെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഇഫ് ദ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ഇൻ 60 മിനിറ്റ് വെൻ ദ ടാപ്പ് എ അലോൺ. അപ്പോൾ എ മാത്രം തുറന്നിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ബി മാത്രം തുറന്നിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് എന്നറിയുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ 120 മിനിറ്റ്. അടുത്തത് സെലക്ട് ദ ലെറ്റർ ക്ലസ്റ്റർ ഫ്രം എമംഗ് ദി ഗിവൺ ഓപ്ഷൻസ് വിച്ച് ക്യാൻ റീപ്ലേസ് ദി ക്വസ്റ്റ്യൻ മാർക്ക്. BMRG, DL, TF, FKVE, HJXD. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് JIZZ. അടുത്തത് സെലക്ട് ദ ഓപ്ഷൻ that is related to the third word in the same way as the second word is related to the first word. അപ്പോൾ ആൻസർ പൈലറ്റ്, കോക്പിറ്റ്, സർജൻ. ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്പറേറ്റിംഗ് റൂം. അടുത്തത് which one of the given responses would be meaningful order of the following? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്താണ് സീഡ്, then tree, then flower, fruit. From the given alternatives, select the word which cannot be formed using the letters of the given word. Characteristic. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് skate. അടുത്തത് എ മാൻ drove east for 5 kilometers and then drove north 3 kilometers. Then he turned to my left and he drove for 2 kilometers and again he turned to his left. Which direction was he going now? Answer option A ആണ് വരുന്നത് south. അടുത്തത് 5 boys A, B, C, D and E are in a row. A is on the right of B, B is on the left of B, but the right of C and A is on the left of D. Who is second from the left? Answer option C ആണ് വരുന്നത് E. In the following question below are given some statements followed by some conclusions. Taking the given statement to be true even if they seem to be at variance from the commonly known facts. Read all conclusions and then decide which of the given conclusion logically follow the given statements. Answer option C ആണ് വരുന്നത്. എന്താണ് neither conclusion one or two follows. അപ്പോൾ എന്താണ് രണ്ട് കൺക്ലൂഷനും എന്താണ് ഇതിനെ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇനി അടുത്ത ദിവസം ഇതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ വായിക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് 25 February 2008 ഈസ് മൺഡേ. വാട്ട് ഈസ് എ ഡേ ഈസ് 2nd March of 2008. അപ്പോൾ ഫെബ്രുവരി 25 തിങ്കളാഴ്ചയാണ്. അതേ വർഷം മാർച്ച് 2 എന്താഴ്ചയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് സൺഡേ. അടുത്തത് എ ക്ലോക്ക് വിത്ത് ഓൺലി ഡോട്ട്സ് മേക്കിംഗ് 3, 6, 9, 12 പൊസിഷൻസ് ഹാവ് ബീൻ കെപ്റ്റ് upside down in front of a mirror.
A person reads the time in the reflection 9:50. What is the actual time? Answer option B ആണ് വരുന്നത് 8:40. അടുത്തത് Manohar told his friend pointing a photograph. Her father is only son of my mother. The photograph is Manohar's. Option C ആണ് വരുന്നത് daughter. അടുത്തത് Which of these is chief court of the UN? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് സെയിം ക്വസ്റ്റ്യൻ കാണാൻ നമുക്ക് പറ്റും. അടുത്തത് ഹു അമംഗ് ദ ഫോളോയിങ് ഇസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇൻ്റർനാഷണൽ ലോ? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഹ്യൂഗോ ഗ്രോഷ്യസ്. അടുത്തത് വിച്ച് ഇൻ്റർനാഷണൽ ലോ പ്രൊവൈഡ്സ് എ ഡെഫിനേഷൻ ഫോർ ദ ടേം സ്റ്റേറ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ലോ ഓഫ് ട്രീറ്റീസ്. അടുത്തത് which international agreement or document defines the concept of an exclusive economic zone? Answer option A ആണ് വരുന്നത് Convention on the Law of the Sea. അടുത്തത് a state is admitted to the membership of the United Nations by answer option A ആണ് വരുന്നത് through a majority vote of the UN General Assembly upon a recommendation of the Security Council. അടുത്തത് what does the term persona non grata refers to? Answer option C ആണ് വരുന്നത് a diplomat who is considered undesirable by the receiving state. അടുത്തത് perspective that focuses on the idea that punishment should be primarily serve as a means to inflict harm or suffering upon a offender. Answer option D ആണ് വരുന്നത് retributive theory. What does the term Volksgeist refers to? Answer option C ആണ് വരുന്നത് the spiritual essence or collective spirit of a particular nation or culture. അടുത്തത് which school of jurisprudence avoids any domestic formulation and concentrate on the decisions given by law courts? Answer option C ആണ് വരുന്നത് realist. Subordinate legislation includes answer option D ആണ് both A and C directions and notifications acts of parliaments. അടുത്തത് എ ആൻഡ് സി ആണ് വരുന്നത് ഡയറക്ഷൻസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അടുത്തത് പൊസഷൻ ത്രൂ എ സെർവൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്? ഓപ്ഷൻ എ ആണ് വരുന്നത് എന്താണ് മീഡിയേറ്റ് പൊസഷൻ. അത് ദ ടേം ജൂറിസ്റ്റിക് പേഴ്സൺ റെഫേഴ്സ് ടു? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് എൻറ്റിറ്റി ടു വിച്ച് ലോ ആട്രിബ്യൂട്ട്സ് എ പേഴ്സണാലിറ്റി. What is the role of corroborative evidence in a legal proceeding? Answer option A ആണ് വരുന്നത് it provides additional support or confirmation to the main evidence. അടുത്തത് what does the term locus standi means in legal context? Answer option B ആണ് വരുന്നത് the right of an individual or party to bring a legal action. അടുത്തത് what does the term abettor means? Answer option A ആണ് വരുന്നത് a person who assists in the commission of a crime. അടുത്ത ചോദ്യം what is the characteristic of public interest litigation? PILൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് litigation initiated for the protection of societal welfare. What does the term IPSO facto indicate? Answer option സി ആണ് വരുന്നത് ഡയറക്റ്റ് റിസൾട്ട് ഓഫ് സംതിങ് എൽസ് ദാറ്റ് ഈസ് ഓൾറെഡി നോൺ. വാട്ട് ഡസ് ദി സിവിൽ പ്രൊസീജിയർ കോഡ് ലേ ഡൗൺ? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഇൻ സിവിൽ ലിറ്റിഗേഷൻ കേസസ്. അടുത്തത് പ്രോസിക്യൂഷൻ ഈസ് ടു അക്യൂസ്ഡ് ആസ് ഡാഷ് ഈസ് ടു ഡിഫൻഡൻറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് പ്ലെയിൻറ്റിഫ്. Chief Election Commissioner of India is option D ആണ് വരുന്നത് appointed by the President of India. Which of the following principles is not explicitly mentioned in the preamble? Answer option C ആണ് വരുന്നത് diversity. അടുത്തത് provisions for amendment of constitution is provided under answer option B ആണ് വരുന്നത് article 368. അടുത്തത് choose the correct option based on the following. അപ്പോൾ assertion തന്നിട്ടുള്ളത് directive principles of state policy in Indian constitution are non-justifiable in nature. The directive principles are essentially guiding principles for the government to strive towards achieving social and economic justice. Answer option A ആണ് വരുന്നത് both A and R are true and R is the correct explanation of A. അപ്പോൾ എന്താണ് DPSPയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ് രണ്ടും കറക്റ്റാണ്. അതുപോലെ തന്നെ A ആർ എന്താണ് ആർ എയുടെ
കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എമർജൻസി സ്റ്റിപ്പുലേറ്റഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മിലിറ്ററി എമർജൻസി. ബാക്കിയെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. എന്താണ്, നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. അടുത്ത, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻ സിവിൽ ലോ, ദ ഇനീഷ്യേഷൻ ഓഫ് എ കേസ് സ്റ്റാർട്ട് വിത്ത് ദി ഫയലിംഗ് എ കംപ്ലൈൻറ്റ് ബൈ ദി അഗ്രേവ്ഡ് പാർട്ടി അഗെയിൻസ്റ്റ് ദ wrongdoer, whereas in criminal law the case is filed by government against the accused. Burden of providing the evidence in civil law lies on the plaintiff, whereas in criminal law it always lies on the state. Answer option C ആണ് വരുന്നത്. Both 1 and 2 are true. അടുത്ത, choose the correct option based on the statements. In a criminal law, the punishment may be given in terms of compensation whereby wrongdoer reimburse the other party the amount of loss sustained by him as decided by the court. In criminal law, the guilty is punished by incarceration with or without fine, or in some rarest of the rare case with the death penalty. Answer option B ആണ് വരുന്നത്. Only 2 is true. ഇവർ തന്നിട്ടുള്ളതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ട്രൂ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ ഡോക്ട്രിൻ ഓഫ് ലിസ് പെൻഡൻസ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ ദാറ്റ് പ്രൊഹിബിറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ഓൺഗോയിങ് ലിറ്റിഗേഷൻ. അടുത്തത്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് മെയ്ഡ് വോളണ്ടറിലി ആൻഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് കോൾഡ് എ ലീസ്. അടുത്തത്, വെൻ 2 person transfers ഓണർഷിപ്പ് ഓഫ് one thing for ownership of another, it is called gift. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബോത്ത് 1 and 2 are false. അപ്പോൾ രണ്ടും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അടുത്ത ചോദ്യം വരുന്നത്, സെക്യൂറിംഗ് എ യൂണിഫോം സിവിൽ കോഡ് ഈസ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അടുത്തത്, ലയബിലിറ്റി ഓൺ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എൻകംബറൻസ്. അക്കോർഡിംഗ് ടു principle of joint liability in a lawful assembly with common object, which statement is true? Answer option C ആണ് വരുന്നത്. Every member of an unlawful assembly is responsible for acts committed by any other member. What does the term mens rea refers to? Answer option B ആണ് വരുന്നത്. The state of mind which may give rise to criminal liability. അടുത്തത്, കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് CRP ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആർ ബോത്ത് സബ്സ്റ്റാൻഷ്യൽ ലോ. അടുത്തത്, ദ സബ്സ്റ്റാൻഷ്യൽ ലോ പ്രിസ്ക്രൈബ്സ് ദി ഒഫൻസസ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ഫോർ ദീസ് ഒഫൻസസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഈസ് 2 is true. അടുത്തത്, ദ ടേം wrongful laws means? ഓപ്ഷൻ എ ആണ് വരുന്നത്. ലോസ് ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി which the person losing it is legally entitled. The right to private defense is based on natural instinct of, option C ആണ് വരുന്നത്, self preservation. Under which of the following situations would Indian courts have jurisdiction? So option D ആണ് വരുന്നത്. 1, 2 and 3. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്രൈം കമ്മിറ്റഡ് ബൈ an Indian in a foreign country, committed by a foreigner in India, crime committed by a person on an Indian ship. അടുത്തത്, liability in tort depends upon, option C ആണ് വരുന്നത്, infringement of legal right. Which of the following statements is incorrect? Answer option C ആണ്. For a tortious liability, a jail term can also be awarded. അടുത്തത്, കറക്റ്റ് ഓപ്ഷൻ, ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓൺലി 1 true. An offer when accepted becomes an agreement. An offer and acceptance must be definite and certain. അടുത്തത്, which among the following is not a reason for discharge of a contract due to impossibility of performance? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. unauthorized alteration of the terms of the agreement. അടുത്തത്, കറക്റ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓൺലി 1 is true. Forum shopping is a practice that involves the intentional selection of a specific judge or court by litigations or lawyers in order to increase the chances of a favorable outcome of their case. അടുത്തത്, according to recent ruling by Supreme Court, the Constitution Committee that is responsible for selecting the Chief Election Commissioner and
election commissioners until a dedicated law is passed by the parliament will be option C ആണ് prime minister, leader of the opposition in Lok Sabha and chief justice of India. അടുത്തത് choose the options based on the correct option choose ചെയ്യാനാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് both 1 and 2 are false. വായിക്കാം. Previously penalties for anti competitive behavior in India were based on the percentage of entities global turnover. അടുത്തത് after a recent amendment of Competition Act, the Competition Commission of India is now authorized to penalize entities engaged in anti-competitive behavior based on their domestic turnover. A dash is a term used to denote legal status that provides same-sex couple specific rights and responsibilities normally conferred upon married couples. Option B ആണ് വരുന്നത് civil union. അടുത്തത് according to the section 27 of Domestic Violence Act, who is allowed to invoke the law? Option D ആണ് all of the above. Foreign citizen, NRI, persons whose families belong to the jurisdiction of the family court. അടുത്ത which of the following is not considered as a basic structure of Indian Constitution? Answer option A ആണ് വരുന്നത് supremacy of legislature. അടുത്തത് choose the correct option based on the statements. അപ്പോൾ Attorney General of India is appointed by President of India under the Article 76 of Indian Constitution. The tenure of Attorney General is specified as 5 years in the Constitution. The President of India has authority to dismiss the Attorney General. Answer option C ആണ് വരുന്നത് only statement 1 and 3 is true. അടുത്തത് dash is the deliberate process of legal evolution that involves formulation norms of human conduct in a set of form through a prescribed procedure by agencies designated by the Constitution. Answer option A ആണ് വരുന്നത് legislation. The legal system followed by the countries in the mainland of Western Europe and distinguished from legal system of England is known as the dash. Answer option B ആണ് വരുന്നത് continental legal system. അടുത്തത് correct option choose ചെയ്യാനാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. In Muslim law all property is one and there is no distinction between ancestral or self-acquired or separate property, whereas in Hindu law there is a separate and a self-acquired property. There is no അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് there is no such things as joint family property in a Muslim family, whereas among Hindus the concept of joint family properly is prevalent. Answer option C ആണ് വരുന്നത് both 1 and 2 are true. അടുത്തത് dash is an order of superior court commanding a person holding a public office or a public authority to do or not to doing something in nature of public duty. So option A ആണ് വരുന്നത് mandamus. അടുത്തത് in case correct option choose ചെയ്യാനാണ്. In case of overlapping between 3 lists under constitution regarding a matter, the predominance is given to the union law. അടുത്തത് power to legislate with respect to any matter not enumerated in any 3 list is given to both union and states. Answer option A ആണ് വരുന്നത് only 1 is true. അടുത്തത് അതുപോലെ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അഫർമേറ്റീവ് ഡയറക്ഷൻസ് വൈൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ പ്രൊഹിബിറ്റീവ് ഇൻ നേച്ചർ ബിക്കോസ് ദേ പുട്ട് ലിമിറ്റേഷൻസ് ഓൺ ദ സ്റ്റേറ്റ്. അടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ് എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വൈൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മേക്ക് ഇന്ത്യ എ ലിബറൽ പൊളിറ്റിക്കൽ ഡെമോക്രസി. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബോത്ത് ആർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ടും ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എ രാജ്യസഭ ഇസ് ട്രൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മെമ്പേഴ്സ് ഇലക്റ്റഡ് അഗെയിൻസ്റ്റ് എ മിഡ് ടേം വേക്കൻസി serve for the remaining period only. Who among the following is Supreme Commander of Indian Armed Forces? Answer option C ആണ് വരുന്നത്. ആരാണ്? President of India. അടുത്തത് what is the term of Prime Minister as mentioned in the Constitution? Answer option C ആണ് വരുന്നത്. Not defined term. അടുത്തത് in India, Legal Services Authority provides free legal service to which of the following type of citizens? Answer option D ആണ് വരുന്നത്. All of the above. A woman or a child, a mentally ill or otherwise disabled person, an industrial workman. അടുത്തത് grievous hurt is a crime defined under section option A ആണ് വരുന്നത്. Section 322 of IPC. അടുത്തത് what does UAPA stands for in context of Indian law? Answer option C ആണ് വരുന്നത്. Unlawful Activities Prevention Act. അടുത്തത്
What is the term for a judicial inquiry into the cause of death of a person? Answer option B ആണ് വരുന്നത് inquest. What is the time limit for filing a claim in motor accidents claim tribunal after a motor accident? Answer option D ആണ് വരുന്നത് 90 days. 90 days അല്ല, no time limit. അടുത്തത് which of the following statements is true about POCSO Act and Juvenile Justice Act? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ പോക്സോ ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ വൈൽ ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഡീൽസ് വിത്ത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആൻഡ് ചിൽഡ്രൻ ഇൻ നീഡ് ഫോർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കമ്മിറ്റി ദാറ്റ് എവറി എംപ്ലോയർ ഈസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013? ഇത് ഓപ്ഷൻ എ ആണ് വരുന്നത്, Internal Compliance Committee. What is the name of the United Nations agency that sets international labor standards and promotes social and economic justice? Answer option B ആണ് വരുന്നത്, International Labour Organization. അടുത്ത which of the following events does not constitute a force majeure according to the common definition of the term? Answer option D ആണ് വരുന്നത്, a breach of contract by one of the parties that results in financial loss. Which agency was established under the Delhi Special Police Establishment Act? So option A ആണ് വരുന്നത്, Central Bureau of Investigation. അടുത്തത് who has the first woman judge to be elevated directly from Bar Council of India to the Supreme Court of India? Answer option C ആണ് വരുന്നത്, Indu Malhotra. അടുത്ത which of the following high courts of India does not have a common jurisdiction over two or more states or union territories? Answer option A ആണ് വരുന്നത്, ഏതാണ്, അലഹബാദ് ഹൈക്കോർട്ടാണ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് were added to the preamble of the Indian Constitution by 42nd Amendment Act in 1976? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഡസ് നോട്ട് ഹാവ് എ ബൈകാമറൽ ലെജിസ്ലേച്ചർ? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ചൈന. അപ്പോൾ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.